രാമായണത്തിലേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കഥയാണ് ശംഭൂകവധം. ഒരുപാട് പേര് ശംഭൂകവധം എന്താണ് എന്ന് പറയണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഒരിക്കൽ ഭഗവാൻ ശ്രീരാമനെ കാണാൻ ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിന്റെ പത്നിയും അവരുടെ കയ്യിൽ 12 വയസ്സുള്ള അവരുടെ മകന്റെ മൃതദേഹവും ഉണ്ടായിരുന്നു. അങ്ങയെപ്പോലുള്ള ഒരാൾ രാജ്യം ഭരിക്കുമ്പോൾ ഈ രാജ്യത്ത് അധർമ്മം സംഭവിക്കുന്നു എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. രാമ, ഈ അധർമ്മം ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് ഈ ഒരു ഗതികേട് വന്നത്. ഞാനോ എൻ്റെ ഭാര്യയോ ഇന്നേ വരെ ഒരാളെ പോലും വേദനിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ എപ്പോഴും സൽക്കർമ്മങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അങ്ങയുടെ രാജ്യത്ത് താമസിക്കുന്ന ഞങ്ങൾക്ക് ഈ ഗതികേട് വന്നു. ഇതെന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കണം. അങ്ങയ്ക്ക് ഞങ്ങളുടെ ബ്രാഹ്മണരുടെ കാര്യങ്ങളിലൊന്നും നോക്കാൻ ശ്രദ്ധയില്ലാത്ത അവസ്ഥയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിലപിക്കുന്നു. ഞങ്ങളുടെ മകന് ജീവൻ തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ അരമനയുടെ മുമ്പിൽ ഞങ്ങളുടെ പ്രാണൻ വെടിയും എന്നാണ് ആ ബ്രാഹ്മണരായിട്ടുള്ള അച്ഛനും അമ്മയും ഭഗവാനോട് പറയുന്നത്. ഭഗവാൻ വളരെ ആശങ്കാകുലനായി തൻ്റെ വേണ്ടപ്പെട്ട ആളുകളെയൊക്കെയും ഗുരുജനങ്ങളെയൊക്കെ വിളിപ്പിച്ചു. ഇതിന്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ചു. എന്തുകൊണ്ടാണ് ഈ കുട്ടി മരിക്കാനിടയായത്? ആ സമയത്ത് മഹാത്മാക്കൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഉപദേശം, ഓരോരോ വിഭാഗത്തിലുള്ള ആളുകൾക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, വൈശ്യൻ എന്നിവർക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങളുണ്ട്. ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അതിൽ വിശേഷമായിട്ടുള്ള ബ്രാഹ്മണൻ എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മജ്ഞാന ഇതി ഭാവന എന്നാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനം ഉള്ളവനാണ്. ശൂദ്രൻ എന്ന് വിളിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ വർണ്ണവ്യവസ്ഥ അനുസരിച്ച് ഏറ്റവും മോശമായിട്ടുള്ള ചിന്താഗതിയോട് കൂടിയവൻ എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടാത്ത അറിവില്ലാത്ത ആരൊക്കെയോ ഇവിടെ ധർമാനുസരണത്തിനുള്ള പ്രവർത്തനങ്ങൾ അധർമ്മം ചെയ്യുന്നുണ്ട്. ധർമാനുസരണത്തിന്റെ പ്രവർത്തനങ്ങളാണെന്നുള്ള പേരിൽ അധർമ്മം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ് ഈ കുട്ടി മരിക്കാനിടയായത്. അത് തിരുത്തുക എന്നുള്ളതാണ് അങ്ങയുടെ കടമ എന്ന് മഹർഷീശ്വരന്മാർ ശ്രീരാമനെ അറിയിക്കുന്നു. ശ്രീരാമൻ പുഷ്പക വിമാനത്തിൽ യാത്രയാവുന്നു. പല ദിക്കിലും അന്വേഷിക്കുന്ന അദ്ദേഹം കാണുന്നത് ഒരു മഹർഷി അദ്ദേഹം തലകീഴായിട്ട് കിടന്ന് തപസ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തെ കാണുന്ന സമയത്ത് രാമൻ പോയി ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു ഏർപ്പാട് പതിവില്ലേ, തലകീഴായിട്ട് തപസ് ചെയ്യുക എന്നുള്ള രീതി? അപ്പൊ അങ്ങ് ആരാണ്, അങ്ങയുടെ കുലം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ രാമൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ആ താപസിയോട്. അദ്ദേഹം പറയുന്നു, എൻ്റെ പേര് ശംഭൂവൻ എന്നാണ്, ഞാൻ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്, ഞാൻ തപസ് ചെയ്യുന്നത് സ്വർഗം കിട്ടാനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേട്ട പാതിൽ തന്നെ ഭഗവാൻ തൻ്റെ കയ്യിലുള്ള ഖഡ്ഗം അത് വാളൂരി ആ താപസിയുടെ തലയെ അറുത്തു എന്നാണ് പറയുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത അധർമ്മമായിരുന്നു. ഒന്ന്, ആ താപസ രീതി ശരിയല്ല. 2, വിധിക്കപ്പെട്ട അറിവ് കിട്ടേണ്ട ആളുകളുടെ കയ്യിലാണ് അറിവുണ്ടാവേണ്ടത്, അറിവില്ലാത്തവരുടെ കയ്യിലല്ല. അദ്ദേഹത്തിന്റെ ആ കൃത്യത്തെ അധർമ്മമായിട്ട് കണക്കാക്കിക്കൊണ്ട് രാമൻ ധർമ്മമൂർത്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വധിച്ചു എന്നുമാണ് കഥ. എപ്പോഴാണോ ശ്രീരാമചന്ദ്ര സ്വാമി ആ ഒരു താപസിയുടെ തലയർത്തത്, അപ്പോൾ തന്നെ എണ്ണത്തോണിയിൽ ഇട്ട് വെച്ചിരുന്ന ആ 12 വയസ്സുകാരനായിട്ടുള്ള ബ്രാഹ്മണകുമാരന്റെ ജീവൻ തിരിച്ചു കിട്ടിയെന്നും വാൽമീകി രാമായണത്തിൽ പറയുന്നു. ഇങ്ങനെ ഒരു ശംഭൂക കഥ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. ഇതിന്റെ പലതരത്തിലുള്ള ചർച്ചകൾ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഈ ഒരു കഥ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം അത് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി.